റെജി ലൂക്കോസ്, ഇവിടെ ഇവിടെ നമുക്ക് ഒരു വിഴിഞ്ഞം തുറമുഖം ഇപ്പോഴുണ്ട്. അഭിമാനകരമായ നമ്മുടെ തുറമുഖമാണ്. നമ്മുടെ കപ്പൽ ചാലകൾ ആക്റ്റീവാണ്. കൂടുതൽ കപ്പലുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു മൺ റോഡ് ഉണ്ടാകുന്നു. മൺ റോഡ് ടാർ ചെയ്യുന്നു. ടാർ ചെയ്തതിന് ശേഷം അവിടെ വാഹനങ്ങൾ കൂടുമ്പോൾ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന മട്ടിലെ ഇതിനെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇനിയും കപ്പലപകടം ഉണ്ടാവാം. നമ്മൾ അതിനോട് എക്യുപ്ഡ് ആണോ എന്നാണ് ചോദ്യം. റെജി ലൂക്കോസ്, നോക്കൂ, ഈ പറയുന്ന MSC എൽസ 3 എന്ന് പറയുന്ന ഈ ചാൾസ് ജോർജിനെയും ഈ പറയുന്ന തീരമേഖലയെ ഒന്നാകെ വല്ലാതെ പാനിക്കിലാക്കി അപകടമുണ്ടാക്കിയ കപ്പൽ കമ്പനിക്കെതിരെ കേസ് ഉടൻ വേണ്ട നിലപാട് സ്വീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാരണം എന്താണ്? കമ്പനി വിഴിഞ്ഞം തുറമുഖമായി ഏറെ അടുപ്പമുള്ള കമ്പനി എന്നതാണ്. ഇതൊക്കെ ഒരു കാരണമാണോ കേസെടുക്കാതിരിക്കാൻ, ശ്രീ റെജി ലൂക്കോസ്? ഹാഷ്മി, എനിക്കൊരു അല്പം സമയം തരണം. ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ടൊരു കാര്യം പറയാം. അന്ധനാനയെ കാണുന്ന പോലെ ഒരു ചർച്ച നമ്മൾ നടത്തരുത്. ഞാൻ ഹാഷ്മിയെ കുറിച്ചല്ല പറഞ്ഞത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ സംസാരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം. ഞാൻ ആവർത്തിക്കുന്നു, ഹാഷ്മിയെ കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇത് ഒരു അന്തർദേശീയ മാനമുള്ള സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരു ഷിപ്പ് താങ്കൾ ചാൾസ് ജോർജിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ നമ്മളൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടെ ആനയെ കണ്ട ആളാണ് ശ്രീ ചാൾസ് ജോർജ്. ഇത് കേൾക്കൂ, ദയവായി കേൾക്കൂ. ഞാൻ ഒരു വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്തല്ല പറഞ്ഞു, ഞാൻ പൊതുവായിട്ട് തന്നെ പറഞ്ഞ. ഞാൻ എന്നെ കൂടെ ഉദ്ദേശിച്ചാൽ പറഞ്ഞെന്ന് കൂട്ടിക്കൂ. കാരണം അദ്ദേഹത്തെ എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഈ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. ഞാൻ അദ്ദേഹത്തോട് നേരത്തെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണെങ്കിൽ വിമർശിക്കുകയും ചെയ്യും. അതൊന്നും പ്രശ്നമില്ല. ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറഞ്ഞത്, അത് പൊതു കോമൺ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞ അത് ഉൾക്കൊള്ളുക ഹാഷ്മി. അതിന് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞ. നമ്മൾ മനസ്സിലാക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒരു ഷിപ്പ് അപകടത്തിൽപ്പെട്ടാൽ അന്തർദേശീയ മാനങ്ങളനുസരിച്ച് അതിന് ഷിപ്പല്ല ഏത് വാഹനമാണേലും പിന്നെ ഒരു മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിൽ അല്ലെ അതിന്റെ കപ്പൽ ചാലിൽ വെച്ച് അപകടത്തിൽ വന്നാൽ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് തൊട്ടടുത്ത രാജ്യത്തെ വിവരറിയിക്കുക. ആ രാജ്യത്ത് നിന്ന് ആദ്യമായിട്ട് അതിൽ ജീവനക്കാരെ അവിടുത്തെ മനുഷ്യരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടാവുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുക. നേരത്തെ ഇവിടെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാണ്. അതിൽ ഇന്റർനാഷണൽ മാരിടൈം വീക്കിലുകളിൽ പോലും പ്രശംസ നേടിയ ഒരു അപകടമായിരുന്നു. 1 മാസം പോലും എടുക്കാതെ നമ്മുടെ ഈ MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയുടെ കമ്പനി 650 കണ്ടെയ്നറുമായിട്ട് കൊച്ചിയുടെ 77 കിലോമീറ്റർ ദൂരെ, അവിടെ അതായത് 43 നോട്ടിക്കൽ മൈൽ അപ്പുറം മറിഞ്ഞ ആ ഷിപ്പ് ഇവിടെ ഇരുന്നുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം ഷിപ്പ്യാർഡിനെ പോർട്ടിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരെ അത് ശരിക്കും തെറ്റാണ്. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേരള സർക്കാരിനെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും പറയണം. ഇത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ഇന്ന് ഗൂഗിളിലെല്ലാം കിട്ടും, ജനങ്ങളത് കേട്ടോണ്ടിരിക്കുന്നത്. എന്തിനും കയറി കുറ്റപ്പെടുത്തരുത്. ഒരധികാരവും ഇതിനെതിരെ നിയമ നടപടി എടുക്കാനായിട്ട് ഒരു സംസ്ഥാന സർക്കാർ അധികാരമില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ അധികാരമുള്ളത്. നിങ്ങൾ വാസവചാട്ടം മിനിസ്റ്റർ പറഞ്ഞ ഒരു വാക്കിനെ പിടിച്ചോണ്ടേ പറയുന്നത്. ഞാൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. എന്റെ അറിവ് വെച്ചാൽ ഞാൻ പറയുന്നത്, ഞാൻ ഇതിനകത്ത് എക്സ്പെർട്ട് ഒന്നുമില്ല. പക്ഷെ പല എക്സ്പെർട്ടുമായിട്ട് ഇന്ന് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, വിഴിഞ്ഞം എന്നൊരു വാക്ക് പോലും ഇതിനകത്ത് ഉപയോഗിക്കരുത്. വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പോയൊരു കപ്പലല്ല ഇപ്പൊ രണ്ടാമത് അവിടെ അപകടത്തിൽ വന്നിരിക്കുന്നത്. അത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയൊരു ഫ്ലൈറ്റാ. മറ്റേതാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പോയത്. പോർട്ടിൽ നിന്നും ഈ കണ്ടെയ്നേഴ്സ് മുഴുവൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്, ക്യാപ്റ്റൻ സഹിതം. അവർ ഇൻസ്പെക്ട് ചെയ്ത് ഇത് കറക്റ്റ് സർട്ടിഫിക്കറ്റ് ഇതിന് വിഴിഞ്ഞം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലേക്ക് ഞാൻ വരുന്നത്. ഈ ചർച്ച MSC എൽസ 3 എന്ന് പറയുന്ന നാടിനെ മുഴുവൻ പാനിക്കാക്കിയ ഒരു കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ച കാര്യം ഒരു പത്രം അവരുടെ മിനിറ്റ്സ് അടക്കം ഇന്ന് പുറത്തുവിടുന്നു. അതിന് കാരണമായി പറയുന്നത് എന്താണ്? വിഴിഞ്ഞം പോർട്ടുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് ഈ കപ്പൽ കമ്പനി. നമ്മൾ കേസെടുത്താൽ എന്താ, ഒരു വിഴിഞ്ഞുമായി സഹകരിക്കില്ല എന്നാണോ ആശങ്ക? അതെന്തൊരാശങ്കയാണ്? ഹാഷ്മി, എനിക്ക് വിഴിഞ്ഞം പദ്ധതിയിൽ ആയിട്ട് നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഭവം എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് അറിവില്ലാതെ പേര് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തും. കാരണം എന്താ അറിയോ, നിങ്ങൾ മനസ്സിലാക്കുക, അന്തർദേശീയ കപ്പൽ ചാലിൽ വെച്ച് നടക്കുന്ന ഒരു വിഷയത്തിന് അതിന്റെ അതിർത്തിയിൽ അതിന്റെ അധികാര പരിധിയിലുള്ള ആ രാജ്യത്തിനാണ് അതിന് അവകാശമുള്ളൂ. കേരള സർക്കാരിന് 1% പോലും അവകാശമില്ല. ദയവായി മനസ്സിലാക്കുക, അത് കേന്ദ്ര സർക്കാരാണ്. ഇത് കേൾക്കൂ സാർ, കപ്പലെ തിരിച്ചു വിളിച്ച് കേസെടുത്ത് സാറേ, അത് രണ്ടുപേരെ സാറേ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഡിബേറ്റിൽ പോലും പങ്കെടുത്തതാണ്. അത് എങ്ങനെയാ കേസെടുത്തത്? ഈ രണ്ട് ഇറ്റാലിയൻ നിക്കേ അല്ല സാറേ, ഞാൻ പൂർത്തീകരിച്ചിട്ട് പറഞ്ഞാൽ മതി. ദയവായിട്ട് നിൽക്കേ, അത് കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോളൂ. കാരണം എനിക്കിവിടെ സമയം കുറച്ചേ കിട്ടത്തുള്ളൂ. ഞാനും അത്യാവശ്യം പഠിച്ചിട്ട് ചർച്ച ഇരിക്കുന്നത്. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഹാഷ്മി ചർച്ചയ്ക്ക് വിളിക്കൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഏതൊരു വ്യക്തിക്കും ഇതൊക്കെ അവൈലബിളാണ്. ഇത് 1-2 പേരുടെ കുത്തകയല്ല. ഇന്ന് ഗൂഗിളിലും
എല്ലാം ഇത് അവൈലബിളാ. അല്ലാണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ പറയുന്ന ലോകത്തെ മനുഷ്യൻ മുഴുവൻ കേൾക്കുന്ന അപ്പൊ വിട്ടുത്തരങ്ങൾ എനിക്കും പറയാൻ പറ്റത്തില്ല. സാർ ദയവായിട്ട് മനസ്സിലാക്കുക സാറേ. അത് രണ്ട് നമ്മുടെ ഇറ്റാലിയൻ, അതായത് ഒരാൾ കന്യാകുമാരി ജില്ലക്കാരനും മറ്റൊരാൾ കൊല്ലം നീണ്ടകരയിലുള്ള ഈ രണ്ട് പാവപ്പെട്ട മനുഷ്യരെ പിന്നെ വെടിവെച്ച് കൊന്നു. അവരുടെ നാവിക സെക്യൂരിറ്റിക്കാർ ഇറ്റാലിയൻകാര് അവരെ നമ്മുടെ 12 നോട്ടിക്കുമേലാത്താണോ വിവരം അറിയിച്ചു പിന്തുടർന്നു. നമ്മുടെ 12 നോട്ടിക്കുമേലാത്തായിരുന്നോ താങ്കളുടെ വാദപ്രകാരം അന്താരാഷ്ട്ര കപ്പൽച്ചാലായിരുന്നില്ലേ റെജി ലൂക്കോസ്? അത് അതാ ആഷ്മി പറഞ്ഞേ പൂർത്തീകരിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ മോനവച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മറുപടി പറയാൻ പറ്റും? ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. അവരെ പിന്തുടർന്ന് മദ്രാസിൽ നിന്നും 1,600, അതായത് തമിഴ്നാടിന്റെ തീരത്ത് 1,500 കിലോമീറ്റർ അപ്പുറമുള്ളവർ പിടിച്ചോണ്ട് വന്നു. കേസെടുത്തു. കേന്ദ്ര സർക്കാരിനോട് ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിനോട് ലിങ്ക് ചെയ്ത കാര്യങ്ങളാണ്. അവരെ പിടിച്ച് അകത്തോട്ടു. കേന്ദ്ര സർക്കാർ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. ഇറ്റലിയായിട്ട് സംസാരിച്ച് അവർ 2 കോടി രൂപ വെച്ച് ഇത് കൊടുത്തു. അവരെ മോചിപ്പിച്ചു. അതിലൊരാൾ മരിച്ചുപോയി. അതിന് ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ആ വിമർശനത്തിന് കേസെടുത്ത ആരാ റെജി ലൂക്കോസ്? അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി എന്റെ കഥകൾ മുഴുവൻ അറിയാം. കേസെടുത്ത ആരാ റെജി ഞാൻ ലൂക്കോസ്? കേന്ദ്ര സർക്കാരിന് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ കേരള സർക്കാരിന് ഇത് കേൾക്കൂ സാർ. കേന്ദ്ര സർക്കാരിനോട് ആലോചിക്കാതെ കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അന്തർദേശീയ ഒരു സംസ്ഥാന സർക്കാരിന് അന്തർദേശീയ തലത്തിലുള്ള ഒരു വിഷയത്തിൽ പോയി കേസെടുക്കാൻ പറ്റത്തില്ല. ആഷ്മി, നമ്മൾ കേസെടുത്ത് എങ്ങനെ? നമ്മുടെ കോസ്റ്റൽ പോലീസ് കേസെടുത്ത് എങ്ങനെ റെജി ലൂക്കോസ്? കേസ് കൊടുത്തു. നമ്മുടെ കോസ്റ്റൽ പോലീസ് എങ്ങനെ എൻട്രിക് അലക്സി കപ്പൽ അവിടുത്തെ കേസെടുത്ത് എങ്ങനെ? എൻട്രിക്ക ലിസ്റ്റിയുടെ കാര്യം ആഷ്മി എന്നോട് തർക്കിച്ച് വിജയിച്ചോ? പ്രശ്നമൊന്നുമില്ല. അതെല്ലാം കേന്ദ്ര ഷിപ്പിംഗ് കോർപ്പറേഷൻ അനുമതി ഇല്ലാതെ കണ്ട് അന്തർദേശീയ തലത്തിലുള്ള ഒരു വിഷയത്തിൽ കേസെടുക്കാൻ പറ്റത്തില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോട് കൂടിയാണ്. പക്ഷേ MSc എൽസാത്രിയിൽ കേസെടുക്കാൻ കേന്ദ്രത്തോട് കേരളം അനുവാദം തേടിയോ? MSc എൽസാത്രി കപ്പലിനെതിരെ കേസെടുക്കാൻ കേന്ദ്രത്തോട് കേരളം അനുവാദം തേടിയോ? ശ്രീ റെജി ലൂക്കോസ്, ആരെയാണ് താങ്കൾ ഈ പറഞ്ഞ് കബളിപ്പിക്കുന്നത്? റെജി ലൂക്കോസ്, ആരെയാണ് താങ്കൾ നിയമവും ന്യായവും ചട്ടവും പറഞ്ഞ് കബളിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കൊക്കെ ഞാനല്ല, കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയത്തിൽ കേസെടുക്കണമെന്നും ഇൻഷുറൻസ് കൈപ്പറ്റണമെന്ന് ആവശ്യപ്പെട്ട ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരാ. അതെന്താണെന്നറിയോ? ഈ വിഷയം ഉണ്ടായതിന് 4ാമത്തെ ദിവസം. ആഷ്മി മറച്ചൊന്നും സംസാരിക്കരുത്. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ പറയരുത്. പിന്നെ ബഹുമാനപ്പെട്ട വാസ്തവ മിനിസ്റ്റർ ഇന്ന് രാവിലെ എന്താ പറഞ്ഞേ? നിങ്ങളിപ്പോ അദ്ദേഹത്തിന്റെ വായനല്ലേ പറഞ്ഞേ? MSc എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ, അവരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ. ഇത് ഇന്നും കപ്പൽശാലയിൽ അടുത്തുണ്ട് 24,600 കണ്ടെയ്നറുടെ ലോകത്തിലെ ഏറ്റവും MScയുടെ പെരുമ അവിടെ നിൽക്കട്ടെ റെജി ലൂക്കോസ്. MSc നല്ല വലിയ കപ്പൽ തർക്കമൊന്നുമില്ല. MSc വലിയ കപ്പൽ കമ്പനിയാണ്, തർക്കമൊന്നുമില്ല. അതിന്റെ പെരുമ അവിടെ നിൽക്കട്ടെ. നമ്മളൊരു കേസ് എടുത്തതുകൊണ്ട് MSc കപ്പൽ കമ്പനി വിഴിഞ്ഞവുമായി സഹകരിക്കാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആന മണ്ടത്തരവാ. ശ്രീ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ കുറിപ്പിൽ ഒരു മലയാള മനോരമ 1ാം പേജിൽ കൊടുത്ത ഈ പത്രത്തിന്റെ മിനിറ്റ്സ് തെറ്റാണെങ്കിൽ കേസെടുക്കണം ആ പത്രത്തിനെതിരെ. അതിൽ പറയുന്നു, അതിൽ ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ കേട്ടോ: ദി ജനറൽ കൺസെൻസസ് വാസ് ദാറ്റ് എ ക്രിമിനൽ കേസ് നീഡ് നോട്ട് ബി ഫൈൽഡ് ഇമ്മീഡിയറ്റ്ലി and that the entire focus at this time should be on collecting evidence of damages so that the evidence based claims can be raised. 2, the MSc is a reputed company which patronizes the Vizhinjam International Seaport and the company requires the goodwill of Kerala for their operations here. It is also their interest to cooperate with Kerala and settle the claims through. എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? താങ്കൾ പറയുന്ന പോലെ കേരളത്തിൽ കേസെടുക്കാൻ അനുവാദമില്ലെന്നോ കേന്ദ്രത്തിന് അനുവാദം വേണോ ഒന്നും അല്ല. എൽസാത്രി അല്ലെങ്കിൽ അതിന്റെ പേരന്റൽ കമ്പനി MSc ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്തിന് വേണ്ടപ്പെട്ട കമ്പനിയാ, അതുകൊണ്ട് കേസെടുക്കണ്ട എന്നാ പറയുന്നേ റെജി ലൂക്കോസ്. ഇല്ലാത്ത ചട്ടവും ഞാൻ ഒന്നും പറയണ്ട. ഹാഷ്മി, വിത്ത് ഡ്യൂ റെസ്പെക്ട്, നിങ്ങൾ ഞാൻ പറഞ്ഞ വളച്ചൊടക്കേണ്ട. ഇത് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, അത് പറയാൻ ഒരു കാരണം എന്താ അറിയോ? അതൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. പക്ഷേ ആ കമ്പനി കേരള സർക്കാർ അധികാരമില്ലാത്തൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നേരിട്ടൊരു മറുപടി പറയട്ടെ. നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ആ മേഖലയിൽ നിൽക്കുന്ന ആളാണ് നമ്മൾ. കുരുടൻ ആനയെ കണ്ടപോലെ നമ്മൾ സംസാരിക്കുന്നത്. പോട്ടെ, ചാൾസ് അങ്ങനല്ലോ. ചാൾസ് ജോർജ് സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ എൽസാത്രിയുടെ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ലെന്നാണോ? ഇതിനെക്കുറിച്ച് വിവരമുണ്ട്. ശ്രീ ചാൾസ് ജോർജ്, എൽസാത്രി വിഷയത്തിൽ അതിലുണ്ടായിരുന്ന റെജി ലൂക്കോസ്, ഇവിടെ ആ കപ്പലുണ്ടായിരുന്ന സാധനം എന്താ അത് കോടതി പറയേണ്ടി വന്നു കേരളം അറിയണമെങ്കിൽ. അതുവരെ പൂഴ്ത്തി വെച്ച സാധനങ്ങൾക്ക് എന്തിനു വേണ്ടിയാ?